കാണുന്ന ഒരു വിവാഹം പോലെയല്ല തിരുവചനത്തിലെ വിവാഹം. ഈ ലോകപ്രകാരമാണ് ഒരു വിവാഹം നടക്കേണ്ടതെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. അവരുടെ വ്യവസ്ഥ പ്രകാരം നാടിൻ്റെ നിയമങ്ങൾ കീഴടങ്ങിയിരിക്കേണ്ടതും ആവശ്യമാണ്. അത് ദൈവിക വ്യവസ്ഥ തന്നെയാണ്. എന്നാൽ വിവാഹം ഓർഡൈൻ ചെയ്തത് ഈ ലോകത്തിലൊരു ഗവൺമെൻറ്റും അല്ല. വിവാഹം ഓർഡൈൻ ചെയ്തത് സ്വർഗസ്ഥ പിതാവാണ്. അപ്പോൾ സ്വർഗസ്ഥ പിതാവിൻ്റെ വ്യവസ്ഥകൾ അത് പ്രകാരമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ആ വ്യവസ്ഥകൾ ഈ ലോകത്തിലെ ഗവൺമെൻറ്റുകൾ അംഗീകരിക്കണമെന്നില്ല. ഇവിടെ ഈ നടത്തുന്ന ക്രമീകരണം ഈ ലോകത്തിലെ ഗവൺമെൻറ്റിൻ്റെ തലവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് സ്വകീയ ഗവൺമെൻറ്റിൻ്റെ ആ ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രകാരം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം ആ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ദൈവിക ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള ക്രമീകരണമാണ് ഇവിടെ ദൈവം നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങളെ അറിയിക്കുന്നത്, വിവാഹം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൽ താല്പര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള ഒരാൾ എന്നൊക്കെ ആണ് ചിന്തിക്കുന്നത്. തീർച്ചയായും അതല്ല ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ അതിനേക്കാളല്ല ഉപരി ഇതൊരു അലയൻസാണ്. പ്രത്യേകിച്ച് നിയുക്ത വരനും വധുവും ഭാര്യയും ഭർത്താവും ആകാൻ തീരുമാനിച്ചവർ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കും, ഈ വ്യവസ്ഥകൾ പ്രകാരം നിങ്ങൾ യോജിക്കാൻ തയ്യാറാണോ? അങ്ങനെ നിങ്ങൾ എസ് മൂളിയാൽ മാത്രമാണ് നിങ്ങൾ ഈ കസേരയിലേക്ക് കൊണ്ടുവരൂ. അല്ലെങ്കിൽ വന്ന പോലെ തന്നെ തിരിച്ചു പോകാം. പേടിക്കണ്ട. ചിരി വരുന്നു അല്ലേ? കാരണം എനിക്കതേ പറ്റൂ. കാരണം ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴിലുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. സാധാരണ ഒരു വിവാഹം പറയുന്നത് പോലെ ആൺവീട്ടുകാരെ വേദനിപ്പിക്കാതെയും പെൺവീട്ടുകാരെ വേദനിപ്പിക്കാതെയും ഒരു തലോടി പ്രസംഗവും അങ്ങനെയൊന്നുമില്ല. ഉള്ളതുപോലെ കാര്യം അറിയിക്കും. നിനക്ക് തയ്യാറാണോ? ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അതിലുള്ള ഓരോ കമ്പനികളുമായിട്ട് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടേംസ് പറയും, അവരുടെ ടേംസ് പറയും. എന്നിട്ട് പരസ്പരം അത് എഗ്രി ആണെങ്കിൽ മാത്രമേ സിഗ്നേച്ചർ ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെ പുരുഷൻ്റെ ടേംസ് സ്ത്രീയുടെ ടേംസ് ദൈവം വെച്ചിരിക്കുന്ന അറിയിക്കും. നിങ്ങൾ പരസ്പരം തയ്യാറാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ ലോകപ്രകാരമുള്ള ടേംസ് ഒന്നും അല്ല ദൈവത്തിൻ്റെ ടേംസ്. അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. നിങ്ങൾ പരസ്പരം തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ ശുശ്രൂഷ മുന്നോട്ടേക്ക് പോകുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇന്ന് വിവാഹം കഴിക്കപ്പെടുന്ന വിവാഹ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം ഡൈവോഴ്സിലാണ് അവസാനിക്കുന്നത്. അധികം താമസിയാതെ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം അതിനുള്ള ഡൈവോഴ്സ്. അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 4 ചുമരുകൾക്കുള്ളിൽ ഭാര്യയും ഭർത്താവും എന്ന പേരിൽ ജീവിക്കുന്നു. ഭാര്യയും ഭർത്താവും അല്ലാതെ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വണ്ടി ഓടിക്കാൻ അറിയാത്തതിൻ്റെ കയ്യിൽ വണ്ടി എടുത്തു കൊടുത്തതാണ്. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരുവൻ കണ്ടു, നല്ല ഒന്നാന്തരം ഒരു മേഴ്സിഡസ് അവിടെ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ താക്കോൽ എടുത്തു കൊടുത്തു. നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എടുത്തോ. അവനത് കൊണ്ടുപോയി ഓടിച്ചു, ഇടിച്ചു, പലരെയും കൊന്നു. ഇതേപോലെ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നന്നാ പിടിച്ചോ താക്കോല്. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ്റെ കയ്യിൽ വണ്ടി കൊടുത്ത് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് പോലെ വിവാഹ ജീവിതം കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലാത്തവൻ്റെ കയ്യിലേക്ക് വിവാഹ ജീവിതം എടുത്തു കൊടുത്ത് പോയി ഇടിച്ചു, ആക്സിഡൻ്റായി. നമുക്കാരും ഈ ലോകത്തിലെ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരിക്കലും വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല. അവർ പറയും ആദ്യം നീ ലൈസൻസ് എടുക്കുക. അപ്പോൾ എന്നാൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് മുമ്പ് നീ പഠിക്കേ. എന്ത് പഠിക്കണം? വണ്ടി ഓടിക്കാൻ പഠിക്കണം. അതിൻ്റെ നിയമങ്ങൾ പഠിക്കണം, അതിൻ്റെ സിഗ്നലുകൾ പഠിക്കണം, റോഡ് ടെസ്റ്റ് പഠിക്കണം, റിവേഴ്സ് പഠിക്കണം, പാർക്കിംഗ് പഠിക്കണം, ഫോർവേഡ് പഠിക്കണം,
ഹാഫ് ക്ലച്ച് പഠിക്കണം, ഹൈവേയിൽ ഓടിക്കുന്നത് പഠിക്കണം. ഇതെല്ലാം ഓടിച്ച് നീ ജയിച്ചെങ്കിൽ മാത്രമേ ലൈസൻസ് തരൂ. ലൈസൻസ് തന്നെങ്കിൽ മാത്രമേ നിനക്ക് വണ്ടി എടുക്കാൻ പറ്റൂ. പക്ഷേ ഈ ഒരു സുബോധം നമ്മൾ വിവാഹത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിർബന്ധിതനാണ് ഇതിൻ്റെ ബേസിക് റൂളുകൾ നിങ്ങളെ പറഞ്ഞു തരാൻ. എന്നിട്ട് അത് പ്രകാരം എഗ്രി ആണെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളൊരു വിവാഹ ജീവിതം മുന്നോട്ടേക്ക് പോയാൽ വിവാഹ ജീവിതം മനോഹരമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് മക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു അലയൻസാണ്, ഒരു എഗ്രിമെൻ്റാണ്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല എഗ്രിമെൻ്റ് ആണെന്ന്. ഇത് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമാണ്. ഇതാദ്യം തിരിച്ചറിയണം, ഇതൊരു അലയൻസാണ്. നിങ്ങൾക്കറിയാം നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതൊരു അലയൻസാണ്. നമ്മുടെ ഇന്ത്യ ഇതൊരു അലയൻസാണ്. 28 സ്റ്റേറ്റ്സുകളും 8 യൂണിയൻ ടെറിട്ടറികളും ഉൾപ്പെടുന്ന ഒരു അലയൻസ്. യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. പണ്ട് ഇന്ത്യ ഇങ്ങനെയായിരുന്നില്ല. 1947 മുമ്പ് ഇന്ത്യ കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നു. അറൗണ്ട് 550ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾ എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ. കൊച്ചു കൊച്ചു രാജാക്കന്മാർ, കൊച്ചു കൊച്ചു ഏരിയ. കൊച്ചി മഹാരാജാവ് കൊച്ചി വാഴുന്നു. കോഴിക്കോട് സാമൂതിരി കോഴിക്കോട് വാഴുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് തിരുവനന്തപുരം വാഴുന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റുകൾ. എന്നാൽ ഇന്നത്തെ പോലെ ഉള്ളൊരവസ്ഥയായിരുന്നില്ല. അപ്പോൾ അതൊരു യൂണിയനായി മാറി. എല്ലാം കൂടി ചേർന്നു, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടി ചേർന്നൊരു യൂണിയനായി ഇന്ത്യ മഹാരാജ്യമായി ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡായ കൺട്രിയായി മാറി. ഇതേപോലെ ഒരലയൻസാണ് വിവാഹ ജീവിതം. അത് ഓരോ ഡിസ്ട്രിക്റ്റുകൾ തമ്മിലുള്ള അലയൻസ് ആയിരുന്നു, ഓരോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള അലയൻസാണ്. ഇവിടെ എങ്ങനെയല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള അലയൻസാണ്. അതുകൊണ്ട് വളരെ ഗുണങ്ങളുണ്ട്, ഗുണങ്ങളേ ഉള്ളൂ. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങളും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു വേദപുസ്തകം കയ്യിലെടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഈ ശുശ്രൂഷ ഓർഡൈൻ ചെയ്ത ദൈവം ഇത് നിശ്ചയിച്ചിരിക്കുന്നത് തൻ്റെ ചിന്തകൾ പ്രകാരമാണ്. ആ ചിന്തകൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ട് വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും, ഒരു യൂണിയനായി തീരും. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ അവസ്ഥയാണ്. ഇതാണ് വിവാഹ ജീവിതത്തിൻ്റെ അവസ്ഥ. അവർ ഒരു അലയൻസിലേക്ക് മാറും, ഒരു യൂണിയനായി മാറും, ഒരു യൂണിയൻ. ഇത്രയും നാൾ 2ആയിരുന്നു, ഇപ്പോൾ 1ആയി മാറും. പക്ഷേ സാധാരണ വിവാഹ ജീവിതങ്ങൾ അത് നടക്കുന്നില്ല. അതാണ് വിഷയം. അപ്പനെയും അമ്മയും വിട്ട്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുന്നല്ല, പ്രയോറിറ്റി ചേഞ്ചായി, മുൻഗണന ചേഞ്ചായി. അപ്പനെയും അമ്മയും നാം ബഹുമാനിക്കണം, അവരുടെ അന്ത്യം വരെ നാം കാക്കണം. പക്ഷേ ജീവിതത്തിലൊരു ജീവിത പങ്കാളി വന്നപ്പോൾ ദൈവം ആ പുരുഷനെയും ആ സ്ത്രീയെയും കൂടെ ഒരു ബോഡിയാക്കാണ്. 1 ബോഡി സിസ്റ്റം, അലയൻസ്. ഇനി നിങ്ങൾ 2 അല്ല, 1. ഇനി എൻ്റേത് നിൻ്റേത് എന്നുള്ളൊരു വേടില്ല. ഇനി നമ്മുടേത് എന്നുള്ളൊരു വേടായിരിക്കണം. എൻ്റേത് നിൻ്റേത് എന്നൊരു വേട് കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇത് പറയുന്നതിൻ്റെ കാരണം, നല്ലൊരു പങ്കം കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്
ഈ വ്യവസ്ഥ അറിയാത്തത് കൊണ്ടാണ്. ഇനി നമ്മുടേത്. ഇനി നമ്മുടേത്. അതായത് നിങ്ങൾ വിവാഹത്തിന് തയ്യാറായാൽ അന്നു മുതൽ ലിദിയയുടേതെല്ലാം സ്റ്റാലിൻ്റെയും, സ്റ്റാലിൻ്റേതെല്ലാം ലിദിയയുടെയുമായിരിക്കും. കോമൺലി വീടിൻ്റെ ഉള്ളിൽ എൻ്റേത് നിൻ്റേത് എന്ന് ഇന്ന് കേൾക്കുന്ന സ്വരങ്ങളുണ്ടാകത്തില്ല. എല്ലാം നമ്മുടേത്. ഇത് അലയൻസിൻ്റെ പ്രത്യേകത. ഇതിന് നിങ്ങൾ തയ്യാറാണെന്ന് ആദ്യം തീരുമാനിച്ചോളണം. എൻ്റേതില്ല, നിൻ്റേതില്ല, നമ്മുടേതേ ഉള്ളൂ. നിങ്ങളിനി ഒന്നാണ്. എങ്ങനെ? യേശു കർത്താവും സ്വർഗസ്ഥ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ വിവാഹത്തിന് ശേഷം ഈ അലയൻസ് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒന്നായിരിക്കും. നിങ്ങൾക്കുള്ളതെല്ലാം കോമൺ ആയിരിക്കും. അത് അറിവില്ലാത്തവരാണ് എൻ്റേത് നിൻ്റേതെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചാൽ യോഹന്നാൻ 10:30 യേശുക്രിസ്തു പറയാണ്, ഞാനും പിതാവും ഒന്നാണ്. പലരും തെറ്റിദ്ധരിച്ചു, ഞാനാണ് പിതാവെന്ന് യേശു പറഞ്ഞു എന്ന് പറയുന്നത്. അതുപോലെ അവർ ചിന്തിക്കണം. അങ്ങനെയല്ല യേശു പറഞ്ഞേ, ഞാനാണ് പിതാവെന്നല്ല യേശു പറഞ്ഞേ, ഞാനും പിതാവും ഒന്നാണ്. എങ്ങനെ? വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആ എഗ്രിമെൻ്റ് പറയുമ്പോൾ നടത്തി കൊടുക്കുന്ന പുരോഹിതൻ പറയും, ഇനി നിങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നത് പോലെ യേശു പറയാണ്, ഞാനും പിതാവും ഒന്നാണ്. ആ ഒന്നാകുന്നതിൻ്റെ വ്യവസ്ഥ യോഹന്നാൻ 17:10 യേശുക്രിസ്തു പറയുന്നുണ്ട്. എൻ്റേതെല്ലാം അങ്ങയുടേത്, അങ്ങയുടേതെല്ലാം എൻ്റേതുവാ. പിടുത്തം കിട്ടിയോ? കിട്ടിയില്ലെങ്കിലൊന്ന് നന്നായിട്ട് പഠിക്കണം. ഇതാണ് ഒന്നെന്ന് പറയേണ്ട അവസ്ഥ. എൻ്റേതെല്ലാം അങ്ങയുടേതും, അങ്ങയുടേതെല്ലാം എൻ്റേതും. ഈ വിവാഹം ദൈവം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ, ഈ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ, രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കുക, ലിദിയയുടേതെല്ലാം സ്റ്റാലിൻ്റെ ആയിരിക്കും, സ്റ്റാലിൻ്റെ എല്ലാം ലിദിയയുടെ ആയിരിക്കും. ശബ്ദമുയർത്തി ഒന്ന് വായിച്ചേ. യോഹന്നാൻ 17:10. ഇതാ യേശുക്രിസ്തു പിതാവിനെ നോക്കി പറയാണ്, എൻ്റേതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയുടേതെല്ലാം എൻ്റേതാണ്. ഹല്ലേലൂയ. അതിൽ ട്രാൻസ്ലേഷൻ്റെ ആ വേർഡുകളില്ലാത്തതുകൊണ്ടാണ് നിൻ്റെ എന്നൊക്കെ പറയണേ. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ എറർ തിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങയുടേത്. എൻ്റേതെല്ലാം അങ്ങയുടേതാ, അങ്ങയുടേതെല്ലാം എൻ്റേതാ. പിടുത്തം കിട്ടിയോ? ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. ഇതൊരു അലയൻസാണ്. അപ്പോൾ ഇവിടെ ശക്തി കുറയുകയല്ല. ഇന്നത്തെ വിവാഹ ജീവിതത്തെ പോലെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ വേണ്ടായിരുന്നു, ഒരു ദുരന്തമായി പോയല്ലോ ദൈവമേ, മനസമാധാനത്തോട് ഞാൻ ജീവിച്ചതാണ്. ഈ സാധനം, അന്ന് സാധനം എന്നൊക്കെ ആയിരിക്കും പിന്നെ വായിൽ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടെ എൻ്റെ ഉള്ള സമാധാനം പോയി. അങ്ങനെയല്ല. യഥാർത്ഥ ദൈവിക വിവാഹമാണ് എങ്കിൽ ഉള്ള സമാധാനം പോവുകയല്ല. ഒരുവൻ 1000 ഓടിക്കുമെങ്കിൽ ഇരുവൻ 10,000 ഓടിക്കും, ശക്തി പ്രാപിക്കും. എന്നാൽ വ്യവസ്ഥ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിൽ വ്യക്തികൾ ശിഥിലീകരിക്കപ്പെടുകയല്ല, ശക്തിപ്പെടുകയാണ്. അതിൻ്റെ വ്യവസ്ഥയിലായിരിക്കണമെന്ന് മാത്രം. പുരുഷൻ പുരുഷൻ്റെ ട്രാക്കിൽ ഓടണം, സ്ത്രീ സ്ത്രീയുടെ ട്രാക്കിൽ ഓടണം. ട്രാക്ക് തെറ്റിച്ചോടരുത്. പുരുഷൻ്റെ ട്രാക്കിൽ സ്ത്രീയും സ്ത്രീയുടെ ട്രാക്കിൽ പുരുഷനും ഓടരുത്. എല്ലാം വല്ലാതെയായിത്തീരും. ഇൻ കേസ് സ്ത്രീക്ക് ഓടാൻ അറിയത്തില്ലെങ്കിലും പുരുഷനാണ് ആ ഭവനത്തിൻ്റെ ഹെഡ്. പുരുഷനെ ഓടിക്കാൻ അറിയാമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം സഹനങ്ങളിലൂടെ. അതായത് ഒരു ബസ്സിലെ കണ്ടക്ടർക്ക് വണ്ടി ഓടിക്കാൻ അറിയണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇൻ കേസ്
കണ്ടക്ടർ ബഹളം ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡ്രൈവർ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ വണ്ടി ലക്ഷ്യത്തിലെത്തും. അതേപോലെ പുരുഷന് കാര്യങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ, വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയാമെങ്കിൽ, സ്ത്രീക്ക് അറിയത്തില്ലേലും അവൾക്ക് സൗമ്യതയുടെ ഭാഷയിൽ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ആക്സിഡൻറ്റുകളില്ലാതെ വണ്ടി കൊണ്ടുപോകുന്നത് പോലെ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. ഈ ഒരു അറിവില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ബേസിക്കലി ഒരു സെക്ഷൽ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തിയെടുക്കുവാൻ വേണ്ടി വിവാഹം കഴിക്കുകയും ചെയ്യുമ്പോഴാണ് പരാജയമായി തീരുന്നത്. കാരണം സെക്ഷൽ താല്പര്യങ്ങളൊക്കെ അത് പെട്ടെന്ന് ഒടിയിടെ തീരും. ബില്ലിങ് കയറി കുടുംബജീവിതത്തിലേക്ക് ബില്ലിങ് വരും. ബില്ലിങ് വരുമ്പോൾ അത് കൊടുക്കുവാൻ കഴിയാതെയാകുമ്പോൾ പ്രശ്നമാകും. ഈ ലോകം എന്ത് ചെയ്താലും ഉടനെ ബില്ല് ചോദിക്കും, പേയ്മെൻറ്റ്. അത് കൊടുക്കുവാൻ കഴിയത്തില്ല എങ്കിൽ വിഷയങ്ങളായി. ഇരു ജാതിയിൽ നിന്നുള്ളവരാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഒരുപക്ഷെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. ആ കുഞ്ഞിനെ അമ്മയുടെ തലത്തിലും അപ്പൻ അമ്മയുടെ തലത്തിലും വളർത്തുവാൻ തക്കവണ്ണം മത്സരം തുടങ്ങും. പ്രശ്നം തുടങ്ങി. പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പുരുഷനോ സ്ത്രീക്കോ എന്ത് കുറവുണ്ടെങ്കിലും പ്രേമം അത് നമ്മളെ കാണിക്കത്തില്ല. അവളുടെ അല്ലെങ്കിൽ അവൻ്റെ പ്ലസ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പ്ലസ് 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 എത്ര മൈനസ് ഉണ്ടെങ്കിലും കാണൂല. ആ മൈനസ് കാണണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. കാരണം നമ്മുടെ നോർമൽ തിങ്കിങ് എല്ലാം ബ്ലൈൻഡായിപ്പോയി. പ്രേമത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ കുരുടനാണ്, മനുഷ്യൻ ചെകിടനാണ്. കാരണം അവൻ്റെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ബ്ലൈൻഡായി. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ, കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ, ബിൽ പേയ്മെൻറ്റിലേക്ക് കിടക്കുമ്പോൾ, മക്കൾ ജനിക്കുമ്പോൾ ഇവരകലാൻ തുടങ്ങും. നിൽക്കില്ല. കണ്ണില്ല കാതില്ല പ്രേമത്തിനെ പോലെ എന്ന് പറഞ്ഞൊരു പാട്ട് ദൈവം എൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഇതാ തിരുവചന വ്യവസ്ഥ പ്രകാരമാണ് വിവാഹം നടക്കേണ്ടത്. അതിൻ്റെ കണ്ടീഷൻസ്, ഫസ്റ്റ് കണ്ടീഷൻ, നിങ്ങളൊരു അലയൻസിലേക്ക് വരികയാണ്. അലയൻസിലേക്ക് വന്നാൽ വലിയ ഗുണങ്ങളുണ്ട്. ഭാര്യയ്ക്കില്ലാത്തത് ഭർത്താവിനുണ്ടാകും, അത് ഭാര്യയ്ക്ക് അനുഭവിക്കാം. ഭർത്താവിനില്ലാത്തത് ഭാര്യയ്ക്കുണ്ടാകും, അത് ഭർത്താവിന് അനുഭവിക്കാം. സുവിശേഷം ഇതേപോലൊരു അലയൻസാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഇല്ലാത്തതൊന്നുണ്ട്, ജീവൻ. അവരുടെ ഉള്ള ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഒരു റൂം ഉണ്ടാക്കുമ്പോൾ റൂമിനോട് ചേർന്ന് ബാത്റൂം ഉണ്ടാക്കുന്നത് പോലെ, മെയിൻ്റനൻസ് റൂം ഉണ്ടാക്കുന്നത് പോലെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ പള്ളിയോട് ചേർന്നൊരു സെമിത്തേരി. എന്താ കാര്യം? ഇവരെല്ലാം മരിച്ചു പോവുക. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നൊരു അലയൻസുമായി. ആ അലയൻസുമായി വന്നപ്പോൾ നീ എന്നോട് ചേരാൻ താല്പര്യമുണ്ടോ? കർത്താവിനോട് ചേരാൻ താല്പര്യമുണ്ടോ? അവിടെ കർത്താവ് പറയുന്നത്, നീ എന്നോട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ജീവനുണ്ട്, നിൻ്റെ കയ്യിൽ ജീവനില്ല, മരണമേ ഉള്ളൂ. നീ എന്നോട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരും. നമ്മൾ അലയൻസാണ്. ഞാൻ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ നിമിത്തമാണ്. ആ ജീവൻ ഞാൻ നിനക്ക് തരും. നീ നിൻ്റെ ജീവനെ എനിക്ക് തരണം. നിൻ്റെ ഈ ജീവിതം നീ എനിക്ക് തരണം, എൻ്റെ ജീവനെ ഞാൻ നിനക്ക് തരും. അലയൻസ്. ഗുണം കണ്ടോ? പരസ്പര ഗുണമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. രണ്ടുപേർക്കും മ്യൂച്വൽ ബെനിഫിറ്റാണ്. ഇതാണ് ബുദ്ധിയുള്ള ആരാധനയായി ചോദിക്കുന്നത്. നമ്മുടെ സ്തുതിവാക്കുകളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. റോമ 12 പറയാണ്, നീ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ നീ കുറേ സ്തുതിവാക്കുകളും പുകഴ്ച വാക്കുകളും പറയുന്നതല്ല. നിൻ്റെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ എനിക്ക് തരിക. ഇതല്ലേ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ആ ശരീരത്തെ കൊടുക്കുന്നു. ഇതാണ് ബുദ്ധിയുള്ള ആരാധന. യേശുക്രിസ്തു ചോദിക്കുക, നിൻ്റെ ശരീരത്തെ, ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ, വിശുദ്ധി വേണം, വിശുദ്ധിയോടുകൂടെ എനിക്ക് തരിക. അതാണ് ബുദ്ധിയുള്ള ആരാധന. എന്തിനാണ് അങ്ങേക്ക് ശരീരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്പിരിറ്റാണ്, എനിക്ക് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ശരീരം വേണം. അപ്പം നിൻ്റെ ശരീരത്തിൽ ഞാൻ ഭൂമിയിൽ ജീവിക്കും. നീ ആ
ശരീരം വിശുദ്ധിയോട് എനിക്ക് തരുമ്പോൾ എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരും. പരസ്പരം ബെനിഫിറ്റ്. ഇതാണ് അലയൻസിൻ്റെ പ്രത്യേകത. നാറ്റോയിൽ അനേക രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളും അതിൽ കയറാൻ വെമ്പൽ കൊള്ളുകയാണ്. ഉക്രൈൻ അതിൽ കയറാൻ വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? ആ നാറ്റോയിൽ കയറിയ ഓരോ രാജ്യത്തിനെതിരെ എല്ലാം ചെറിയ ചെറിയ രാജ്യങ്ങളായിരിക്കാം. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഫോഴ്സാണത്. അതിലാരെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ശത്രു തൊട്ടാൽ ഇതെല്ലാം കൂടി ഈ നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് അതിനെ അഗനസ്റ്റ് ചെല്ലും. ഇതാണ് ഒരു എഗ്രിമെൻ്റ്. ഒരു കോമൺ സൈന്യമായി മാറുകയാണത്. കോമൺ ആർമി. അതുകൊണ്ട് ഇത് ബെനിഫിറ്റുള്ള ഇതൊരു അലയൻസാണ്. ഈ അലയൻസിന് നിങ്ങൾ തയ്യാറാകണം. പരസ്പരം കുറവുകളുണ്ടാകും. ലിതിയയുടെ കുറവ് സ്റ്റാലിൻ്റെ ബലമായി തീരണം. സ്റ്റാലിൻ അവിടെ ബലമായി തീരണം. സ്റ്റാലിൻ്റെ കുറവ് ലിതിയ അവിടെ ബലമായി തീരണം. അല്ലാതെ അവിടെ കളിയാക്കുകയല്ല വേണ്ടത്. ഓ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ. ഇങ്ങനെയൊന്നുമല്ല. എവിടെ ബലഹീനത കാണുന്നോ അവിടെ ബലമായി മാറണം. ബലഹീനത കാണുമ്പോൾ ഓടിപ്പോവുകയല്ല. ഇന്നത്തെ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ്? ബലഹീനത കാണുമ്പോൾ ഓടിപ്പോവും. 2 ഡോക്ടർമാർ തമ്മിൽ വിവാഹം കഴിച്ചു. 2 പേരും കുവൈറ്റിലാണ്. കേരളത്തിലെ ഡോക്ടർമാരാണ്. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മുകളിൽ ചില കൃഷിപ്പണിയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് 2 പേർ ഒരു ഡോക്ടറെയും കൊണ്ട് വന്നു. ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറെ കിട്ടിയത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു ഡോക്ടർ. പക്ഷേ വളരെ ഫേമസ് ആയിട്ടുള്ള കുവൈറ്റിലെ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. ഭാര്യയും ഭർത്താവും ഡോക്ടർമാർ. ഇതിൻ്റെ ഇടയിൽ അവിടെ കുവൈറ്റിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഓൾമോസ്റ്റ് പാരലൈസ്ഡായി. ഈ സമയത്ത് ഭാര്യ അദ്ദേഹത്തെ വിട്ടു. അയാൾ ഏകനായി. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സൗഖ്യമുള്ളവനായി തീർന്നു. താൻ എല്ലാം കൊണ്ടും അവിടെ നിന്ന് തിരിച്ചു പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാതെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ തൻ്റെ ബാഗും സർട്ടിഫിക്കറ്റും എല്ലാം ആരോ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നിരാശനായി അവിടെ ഇരിക്കുന്ന വ്യക്തിയെയാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇടയായത്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതല്ല മാരിറ്റൽ അഗ്രിമെൻറ്റ്. ആ ഭർത്താവിൻ്റെ ബലഹീനതയിൽ ഭാര്യ തുണ നിൽക്കണം. അത് അന്ത്യം വരെയെങ്കിൽ അന്ത്യം വരെ ഭാര്യയുടെ ബലഹീനതയിൽ ഭർത്താവ് തുണ നിൽക്കണം. നിങ്ങൾ എടുക്കുവാൻ പോകുന്ന എഗ്രിമെൻ്റ് ഇതാണ്. ഞാൻ നിന്നെ എൻ്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുന്നു. നിനക്ക് ഗുണങ്ങളും സൗന്ദര്യവും നന്മകളും ഉള്ളപ്പോഴൊക്കെ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നല്ല. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നിന്നെ എന്നോട് ചേർത്ത് നിർത്തി നിന്നെ ഞാൻ പോറ്റി പുലർത്തിക്കൊള്ളാമെന്നോ ദൈവത്തിൻ്റെ തിരുസഭയുടെ മുമ്പാകെ ഞാൻ ഉഭയസമ്മതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെൻ്റ് തെറ്റിച്ച് ഓടുമ്പോൾ ശിക്ഷയ്ക്ക് അർഹരാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും കൂടെ നിർത്തണം. ഏത് സാഹചര്യത്തിലും. അത് ഗുണമുള്ളപ്പോൾ മാത്രം ഞാൻ നിൽക്കാമെന്നല്ല. ചില സമയത്ത് അവിടെ ഗുണമുണ്ടാകും, ചില സമയത്ത് അവിടെ ബലഹീനത ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും കൂടെ നിർത്തണം. പരസ്പരം അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇത് പറയുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ തീരുമാനം എടുക്കുക, ഞാനിതിന് തയ്യാറാണോ അല്ലയോ. പിന്നെ തുടർന്ന് വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദൈവം വച്ചിരിക്കുന്നത് ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരാൾ എഞ്ചിനും മറ്റേ ആൾ ബോഗിയുമാണ്. തയ്യാറാണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. ഇതും സ്വർഗീയ സിസ്റ്റത്തിന് തുല്യമാണ്. സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിൻ്റെ ഹെഡാണ്. യേശുക്രിസ്തു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബോഡി സ്വയമേ ഒന്നും ചെയ്യരുത്. അതാണ് അതിൻ്റെ അർത്ഥം.
ഇതുവരെയും ലിദിയ സ്വയമേക്കെ ചെയ്തു. തൻ്റെ അധികാരം മറ്റൊരാൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്, ബോഡിയായി കൊടുക്കുകയാണ്. ഇതുവരെ ഒരുപക്ഷെ താൻ ഹെഡായിരിക്കാം, പക്ഷേ വിവാഹത്തിന് ശേഷം ഹെഡാകാൻ പറ്റില്ല, ബോഡിയാകണം. ഇതാണ് അടുത്ത സിസ്റ്റം. ഇത് വ്യക്തതയോടെ വിവാഹം കഴിക്കുന്നവർക്ക് ദൈവദാസന്മാർ വചനത്തിലെ വസ്തു പറഞ്ഞു കൊടുക്കണം. ആ സ്ട്രക്ചർ തെറ്റിച്ചാൽ കുടുംബം കലഹത്തിലേക്ക് പോകും, കുടുംബം തിന്മയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. ദ സ്ട്രക്ചർ ഓഫ് ദിസ് അലയൻസ് ഈസ് എ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി വേണം ഓരോരുത്തരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ. ഇത് മനസ്സിലാക്കാതെ വീണ്ടും കയറി ഹെഡാകാൻ പോയാൽ കുടുംബം കലഹമാവും. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ, ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. ദൈവത്തിൻ്റെ വചനം ഫസ്റ്റ് കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഫസ്റ്റ് കൊരിന്ത്യർ 11:3 ഇതെല്ലാം വചന വ്യവസ്ഥകളാണ് നിങ്ങളോട് പറയുന്നത്. ലോകത്തിലെ വിവാഹത്തിൽ ഇതൊന്നുമില്ല. ലോകത്തിലെ വിവാഹത്തിൽ തുല്യർ. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെയല്ല. 2 ഫേസ് ഉണ്ട്. അതിൽ ഈ ഫേസിൽ ഒരാൾ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം, അടുത്ത ഫേസിൽ തുല്യർ. ഇങ്ങനെയാണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഈ ഫേസ് എന്ന് പറയുന്നത് ഇതിൽ ജനനമുണ്ട്, മരണമുണ്ട്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ജനനം മാത്രമേ ഉള്ളൂ, മരണമില്ല. ഈ ഫേസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്, അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ എറ്റേണലാണ്. തിരിച്ചറിയുക, എറ്റേണൽ ഫേസിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. കാരണം അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഈ ഫേസിൽ അങ്ങനെയല്ല, പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. പുരുഷൻ ഹെഡാണ്, സ്ത്രീ ബോഡിയാണ്. പുരുഷൻ എഞ്ചിനാണ്, സ്ത്രീ ബോഗിയാണ്. തിരിച്ചറിയണം. വായിച്ചാട്ടെ, ഫസ്റ്റ് കൊരിന്ത്യർ 11:3. എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയണം. ഇത് പള്ളികളിൽ വായിക്കത്തില്ല. കാരണം അവർ തെറ്റിച്ചിട്ടു, സിസ്റ്റം തെറ്റിച്ചിട്ടു. സ്വർഗസ്ഥ പിതാവിനെയും ക്രിസ്തുവിനെയും തുല്യതയിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെയല്ല. സ്വർഗസ്ഥ പിതാവ് ഹെഡ്, ജീസസ് ക്രൈസ്റ്റ് ബോഡി. ഇതാണ് ബൈബിൾ സിസ്റ്റം. എന്നാൽ 2-ാം നൂറ്റാണ്ടിൽ ഇത് തെറ്റിച്ചിട്ടതുകൊണ്ട് അങ്ങനെ തെറ്റി പഠിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് ആഞ്ഞ് വേര് താന്നുപോയി. അതുകൊണ്ട് അത് പറയില്ല. ഇന്നലെ ഒരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ ദേവദാസനോട് പറഞ്ഞത്, താനൊരു പെന്തക്കോസ്തുകാരനാണ്, പക്ഷേ ഞങ്ങളുടെ പള്ളികൾ സമ്മതിക്കത്തില്ല. എന്ത് സമ്മതിക്കത്തില്ല? യേശുക്രിസ്തുവിനെ പിതാവ് അയച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് അവർ സമ്മതിക്കത്തില്ല. ബൈബിൾ ആവർത്തിച്ച് പറയുന്നു, യേശു പറയുന്നു പിതാവ് അയച്ചിട്ട് ഞാൻ വന്നതെന്ന്. അവർ സമ്മതിക്കത്തില്ല. എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്, അങ്ങനെ സമ്മതിച്ചാൽ യേശുവിൻ്റെ സ്ഥാനം കുറഞ്ഞു പോകില്ലേ? യേശുവിൻ്റെ സ്ഥാനം കുറഞ്ഞു പോകുകൊണ്ട് അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ബൈബിളിലെ വേട് സമ്മതിക്കുന്നില്ല, വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബൈബിൾ വേട് അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവിൻ്റെ ബോഡിയാണ്. ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ബോഡി രൂപത്തിൽ അവനിൽ വസിക്കുന്നു, തലരൂപത്തിലല്ല. യേശു ക്രിസ്തുവിൻ്റെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. അതൊരു ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ പിതാവ് എന്ത് ചെയ്യുന്നു അത് ഞാൻ ചെയ്യുന്നു, എൻ്റെ പിതാവ് എന്ത് പറയുന്നു അത് ഞാൻ പറയുന്നു. ഇതാണ് ഒരു ഭാര്യയെ ഫോളോ ചെയ്യേണ്ടത്. യേശു ക്രിസ്തു എങ്ങനെയാണ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതേപോലെ വേണം കുടുംബത്തിൽ. ആദ്യ കുടുംബത്തിൽ അത് തെറ്റിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. പുറമേ നിന്ന് ഒരാൾ വന്നു, ഹവയുടെ ഒരു കാര്യം സംസാരിച്ചു. ഹവ ഉടനെ അത് ബൈപ്പാസ് ചെയ്തു, ആ സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്തു. ഇതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയണം, സിസ്റ്റം ബൈപ്പാസ് ചെയ്യരുത്. അതാണ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത്, ബൈപ്പാസ് ചെയ്തു. ആരത്തോട് ചോദിക്കാതെ പിശാച് സർപ്പരൂപത്തിൽ വന്നു ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതിന് പകരം നേരെ കയറി അവിടുത്തെ ഹെഡായി. ആദ്യ കുടുംബം തകർന്നു പോയി. അത് ചെയ്യരുത്. യേശുവിൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യുക. യേശു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. എൻ്റെ പിതാവ് എൻ്റെ ഹെഡ് എന്നെ എന്ന് കാണിക്കുന്നു അത് ഞാൻ ചെയ്യുകയുള്ളൂ. ഈ ഒരു സിസ്റ്റം ഭാര്യയും ഭർത്താവ് ഇനി മുതൽ ലിതി അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. വചനപ്രകാരമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് കൊരിന്ത്യർ 11:3 വായിച്ചു നമ്മൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ആ വചനപ്രകാരം യേശു പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? യോഹന്നാൻ 5:19 കടന്നു വരുമ്പോൾ ആ വചനപ്രകാരം യേശു പ്രവർത്തിക്കുന്നത് കാണാം. യേശു സ്വയമേ മൂവ് ചെയ്യുന്നില്ല. യേശു ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നു, എനിക്ക് പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ, കാരണം ഞാൻ അധികാരത്തിന് കീഴിലുള്ള ആളാണ്. വായിക്കേ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. കണ്ടോ? ജീസസ് ഇസ് ദ ബെസ്റ്റ് മോഡൽ ഓഫ് ബോഡി. നമ്മൾ പറയുന്ന യേശുവിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷേ യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബോഡി എന്ന് പറയുന്നത്. സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല.
എൻ്റെ പിതാവ് എന്ത് പറയുന്നു അത് ഞാൻ പറയും, എൻ്റെ പിതാവ് എന്ത് കാണിക്കുന്നു അത് ഞാൻ കാണിക്കും. ഹല്ലേലൂയ. ലോകത്തിലെല്ലാ ഭാര്യമാരും ഇങ്ങനെയായിരുന്നെങ്കിൽ പിശാചിന് പണിയില്ലാതായി പോയനെ. ഹവ്വ സ്വയമേ കയറി അങ്ങ് ചെയ്തു, പിശാച് ജയിച്ചു. ബൈപ്പാസ് ചെയ്യരുത്, ദൈവം വെച്ച വ്യവസ്ഥയെ ബൈപ്പാസ് ചെയ്യരുത്. ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കുക. ഈ സിസ്റ്റത്തെ തകർക്കുവാനായിട്ട് ഇടയാകരുത്. പ്രിയ സഹോദരങ്ങളെ, ഇനി മനസ്സിലാക്കേണ്ട അടുത്ത ചിന്ത എന്ന് പറയുന്നത്, സ്ത്രീ ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ വായിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന്. കുടുംബത്തിൽ സ്ത്രീകൾ ഭർത്താവിനെ മോഷ്ടിക്കരുത്. നിങ്ങൾ അതിശയിക്കും, ഭർത്താവിനെ മോഷ്ടിക്കുകയോ? അതെ, ധാരാളം കുടുംബത്തിൽ ഭർത്താവിനെ മോഷ്ടിച്ചെടുക്കുന്നത് കൊണ്ട് പ്രശ്നമാണ്. ഹവ്വ ആദത്തെ മോഷ്ടിച്ചെടുത്തു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ഇതേപോലെ ഭർത്താവിനെ മോഷ്ടിക്കരുത്. എപ്പോഴും കുടുംബജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവം സ്റ്റാലിനെ സൃഷ്ടിച്ചാക്കിയത് ലിദിയയ്ക്ക് വേണ്ടിയല്ല. ഈ ഒരു ബോധം ഉണ്ടാകണം ആദ്യം. അതുകൊണ്ട് സ്റ്റാലിനെ മോഷ്ടിക്കരുത്. ആർക്ക് വേണ്ടിയാണോ സൃഷ്ടിച്ചത് ആ വ്യക്തിയിൽ നിന്ന് മോഷ്ടിച്ചെടുക്കരുത്. ഇതാണ് കുടുംബങ്ങളിൽ നടക്കുന്നത്, മോഷണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 11:9 എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എടുത്തു തരാം, ഒരു സെക്കൻഡ്. ലോർഡ് ഐ ലവ് യു. 11:9 വായിച്ച്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയാണ്, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല. ആമേൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിച്ച് ആലോചിച്ചിട്ട് ആമേൻ പറഞ്ഞാൽ മതി. പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയല്ല? സ്ത്രീക്ക് വേണ്ടിയല്ല. സ്റ്റാലിനെ ദൈവം ഉണ്ടാക്കിയത് ലിദിയയ്ക്ക് വേണ്ടിയല്ല. ഈ ഒരു തിരിച്ചറിവ് ആദ്യം വേണം. സാധാരണ ഒരു കല്യാണത്തിന് ഇത് പറഞ്ഞു തരത്തുമില്ല. ഇത് മനസ്സിലാക്കി കിട്ടി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നല്ല രീതിയിൽ പോകും. ഈ ബോധം പുരുഷനുണ്ടാകണം. എന്നെ സൃഷ്ടിച്ചത് ഒരു സ്ത്രീക്ക് വേണ്ടിയല്ല, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, പുരുഷനെ ദൈവം സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയല്ല, പക്ഷെ സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇന്നത്തെ ഈ ലോക മൈൻഡ് സെറ്റിൽ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെ പ്രവേശിച്ചാൽ അടിയായി. പുരുഷൻ തിരിച്ചറിയണം, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. സ്ത്രീ തിരിച്ചറിയണം, ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച പുരുഷന് ആ ദൈവിഷ്ടം ചെയ്യാൻ സഹായിയായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ ഞാൻ പുരുഷനെ ആ ദൈവിഷ്ടത്തിൽ സഹായിക്കുമ്പോൾ ഞാനും ദൈവിഷ്ടം ചെയ്യുകയാണ്. ഈ ഒരു തിരിച്ചറിവ് ഏതൊരു സ്ത്രീക്കും വേണം. ഇതൊന്നും അറിയാതെ, വണ്ടി ഓടിക്കുന്ന നിയമങ്ങൾ അറിയാതെ വണ്ടി ഓടിക്കാൻ പോയി വണ്ടി പോയി ഇടിച്ചതുപോലെ വിവാഹത്തിൻ്റെ ദൈവം വെച്ച നിയമങ്ങൾ അറിയാതെ വണ്ടി ഓടിക്കും, കയറിപ്പോയി ഇടിക്കും. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം സൃഷ്ടിച്ചതും പരിപാലിച്ചതും ഒക്കെ ആദത്തെയാണ്. എന്നാൽ ആദം ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, ഇവനിങ്ങനെ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ ആ സമയത്ത്? പുരുഷൻ മാത്രമേ ഉള്ളൂ. പുരുഷൻ ആരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഇവന് ഏകനായിരിക്കണം, നല്ലതല്ല, ഇവനൊരു ഹെൽപ്പ് വേണം, തക്ക തുണ. ഉടനെ മൃഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു തുണയ്ക്ക് വേണ്ടി. അതാ ബൈബിൾ എഴുതിയിരിക്കുന്നത്, മൃഗങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, മൃഗങ്ങളിലൊന്നും ആദത്തിന് പറ്റിയ ഹെൽപ്പിനെ കണ്ടില്ല. അപ്പോൾ കണ്ടിരുന്നെങ്കിലോ? അന്ന് കണ്ടായിരുന്നെങ്കിലോ? ആ സ്ത്രീയുടെ ഭാഗങ്ങൾ ശൂന്യം, കണ്ടില്ല. അതുകൊണ്ട് ആദത്തിൽ നിന്ന് ഒരു വാരിയൽ ഊരി. മനസ്സിലാക്കിക്കൊള്ളണം, ദൈവഹിതത്താൽ ലിദിയ സ്റ്റാലിൻ്റെ ഭാര്യയായി തീർന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോ, അതിനു മുമ്പ് ലിദിയ സ്റ്റാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ്. കാരണം ഒന്നാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്നായിരുന്നു. ആദത്തിൽ നിന്ന് ആ വാരിയലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കി പുറത്തു വന്നു.
പക്ഷേ ഹവ ഇങ്ങനെ പുറത്തു വന്ന് കൂടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ആദത്തിൻ്റെ ഉള്ളിലായിരുന്നു. അവർ ഓൾറെഡി ഒന്നായിരുന്നു. ഒന്നിനെ രണ്ടാക്കി. ഒരു പ്രത്യേക ക്ലോണിങ് സംവിധാനത്തിലൂടെ ദൈവം ഇതാ 2 രൂപങ്ങളാക്കി മാറ്റി, അതിന് ഒന്നാക്കി വെച്ചു. ആ ദൈവത്തിൻ്റെ പ്രൊജക്റ്റുമായുള്ള ബന്ധത്തിലുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി വേണം കുടുംബജീവിതം മുന്നോട്ടേക്ക് പോകാനായിട്ട്. യഥാർത്ഥത്തിൽ ലീദിയ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഭർത്താവ് ആയിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നവനായി തീരണം. ആ പ്രൊജക്റ്റിലാണ് സഹായിയായി തീരേണ്ടത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്ന ഭാര്യമാർ അനുഗ്രഹീതരാണ്. കാരണം അവരുടെ ജീവിതം ലൈനിലാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഞാൻ ഹൃദയത്തിൽ തയ്യാറാണോ എന്ന് അവനവൻ മനസ്സിലാക്കാം. ലോർഡ്, ഐ ലവ് യു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ മോഷ്ടിക്കരുത്, എൻ്റെ തലയെ ഞാൻ മോഷ്ടിക്കരുത്. കാരണം ഏതൊരു സ്ത്രീയും മനസ്സിലാക്കണം, എൻ്റെ തല എന്ന് പറയുന്നത് മറ്റൊരാളുടെ ബോഡിയാണ്. ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് ഇന്ന് പലരും ജീസസ് ക്രൈസ്റ്റിനെ അപഹരിക്കുന്നു. ആരിൽ നിന്ന്? പിതാവിൽ നിന്ന്. അപഹരിക്കരുത്. ഇത് സ്ത്രീകൾ പുരുഷനെ അപഹരിച്ചെടുക്കുന്നതിന് തുല്യമാണ്. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. അങ്ങനെ ഉണ്ടാകരുത്, ഉണ്ടാകാനായിട്ട് ഇടയാകരുത്. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, wife should remember my husband is my head, but at the same time he is another person's body. I should not steal him like Eve did in the first family. ഞാൻ ഭർത്താവിനെ അപഹരിച്ചെടുക്കരുത്. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ഭർത്താവിനെ എപ്പോഴും ദൈവത്തിൻ്റെ ബോഡിയായി നിൽക്കുവാനായിട്ട് വൈഫ് സഹായിക്കണം. ഒരുപക്ഷെ ഭർത്താവിന് ആ ചിന്ത ഉണ്ടാകത്തില്ല. അതിന് പ്രാർത്ഥനയോടും വചനത്തിലൂടെയുള്ള ജീവിതത്തിലോടും സഹായിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സഹായിയായി തീരുവാൻ ആ സ്ത്രീക്ക് കഴിയും. മനസ്സിലാക്കുക, ആ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഒരു ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം ഉള്ളതുപോലെ നിങ്ങൾക്ക് കാണാം, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഇതാ ഏറ്റവും ടോപ്പിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ, അതിൻ്റെ താഴെ CEO, സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതിൻ്റെ താഴെ മറ്റുള്ള മാനേജർമാർ, സ്റ്റാഫുകളൊക്കെ ഉണ്ടാകാം. അതാണ് ബോഡി എന്ന് പറയുന്നത്, ബോഡി. അപ്പോൾ ഈ മറ്റുള്ള മാനേജർമാരുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ ഹെഡാണ് CEO. CEO ആണ് അവരുടെ ഹെഡ്. പക്ഷേ CEOൻ്റെ ഹെഡ് ആരാണ്? ഡയറക്ടറാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ പുരുഷൻ സ്ത്രീയുടെ ഹെഡാണ്. പക്ഷെ പുരുഷനൊരു ഹെഡുണ്ട്, ക്രൈസ്റ്റിനൊരു ഹെഡുണ്ട്, ദൈവം. ഇതൊരു ഓർഡറാണ്, അതൊരു കൂടാരമാണ്, ഒരു ടാബർനാക്കിലാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഒന്ന് സിസ്റ്റത്തിൽ നാം മോഷ്ടിച്ചെടുക്കരുത്. മോഷ്ടിച്ചെടുക്കാൻ നോക്കിയാൽ ആ കുടുംബം തല തിരിയുവാനായിട്ട് ഇടയാകും. ഇവിടെ നമ്മളുടെ ഈ കേസിലേക്ക് നോക്കുമ്പോൾ ഗോഡ് ദ ഫാദർ, അദ്ദേഹമാണ് ഡയറക്ടർ. ജീസസ് ക്രൈസ്റ്റ്, ആ ക്രൈസ്റ്റാണ് CEO, സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, നമ്മുടെ ലോർഡ് എന്ന് വിളിക്കുന്നത്, നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ ശരീരമാണ് സഭ. ആ ഓർഡർ തെറ്റാതെ റൈറ്റായിട്ട് പോകുവാനായിട്ട് ഇടയാവണം. ആ സഭയെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ ആ സഭയുടെ ഉള്ളിൽ പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. അതിൽ പുരുഷനാണ് ഹെഡ്, സ്ത്രീയാണ് ബോഡി. ആ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം ദൈവം ആവിഷ്കരിച്ചത് നമ്മൾ ഫോളോ ചെയ്യുവാനായിട്ട് ഇടയാകുന്നുവെങ്കിൽ ഇതൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകും. ഇനി പുരുഷൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഏതൊരു പുരുഷൻ ശ്രദ്ധിക്കണം, പുരുഷനാണ് പ്രൊവൈഡർ. കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ പുരുഷനാണ്. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ പറ്റും, ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിൽ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തല, ശരീരം. നിങ്ങൾ നിങ്ങളുടെ തലയെ നോക്കുക. തലയാണ് എല്ലാ ചിന്തകളും കൊടുക്കുന്നത്, എല്ലാ ബോഡിക്കും തലയാണ് കൊടുക്കുന്നത്. സപ്ലയറാണ് തല. ബോഡി സപ്ലയർ അല്ല, ബോഡി റിസീവറാണ്. ഭാര്യ റിസീവറാണ്, ഭർത്താവ് പ്രൊവൈഡറാണ്.
ഈ ഒരു വ്യക്തമായ ബോധം ഉണ്ടാകണം. എന്നാൽ ഈ ലോകത്ത് ഇന്ന് ആ സിസ്റ്റമൊക്കെ തലതിരിഞ്ഞു പോയി, ഇന്ന് അറിയത്തില്ല. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിൽ ആ സിസ്റ്റം തലതിരിഞ്ഞാൽ കുടുംബം തലതിരിഞ്ഞു പോകും. അതുകൊണ്ട് ഏതൊരു പുരുഷന്മാരും മനസ്സിലാക്കിക്കൊള്ളണം, പുരുഷൻ പ്രൊവൈഡറാണ്. യേശു ക്രിസ്തു വന്നിട്ട് നമ്മളീ നല്ല ജീവൻ മേടിക്കണേ. യേശു ക്രിസ്തു വന്നിട്ട് പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. അതെപ്പോഴും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങൾ അനുഗ്രഹമായി മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇടയാകും. ഈ ഒരു സിസ്റ്റം തിരിച്ചറിയുക. ഓ ലോർഡ്, ഐ ലവ് യു. ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:29 ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ക്രിസ്തു ചെയ്യുന്നത് പോലെ ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയെ പോറ്റി പുലർത്തണം. ഭാര്യയെ പോറ്റി പുലർത്തണം. വായിച്ചാട്ടെ. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. അതിനെ പോറ്റി പുലർത്തണം. ആരുടെ കടമയാണ്? പുരുഷൻ്റെ കടമയാണ്. പോറ്റി പുലർത്തണം. എന്നാൽ ചിലപ്പോൾ ഒരു നാളുകളിൽ പുരുഷന് പോറ്റി പുലർത്താൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. അങ്ങനെയപ്പോൾ ഭാര്യ എന്തായി മാറണം? ദ റിയൽ ഫങ്ഷനായി മാറണം, തക്ക തുണയായി മാറണം. എവിടെ അത് പറ്റുന്നില്ലയോ അവിടെ ഭാര്യ എന്തായി മാറണം? തക്ക തുണയായി മാറണം, സഹായിയായി മാറണം. അങ്ങനെ സഹായിയായി മാറുമ്പോൾ പുരുഷൻ അതിനെ മുതലെടുത്ത് ജീവിക്കാനിടയാകരുത്. പകരം പുരുഷൻ വ്യക്തതയോടെ യേശുക്രിസ്തു എങ്ങനെ സഭയെ പോറ്റി പുലർത്തിയോ അതേപോലെ പോറ്റി പുലർത്തുവാൻ തക്ക വേണം തൻ്റെ മാനസികമായും ശാരീരികമായും എല്ലാം റെഡിയാകണം. അത് ഓരോരുത്തർക്കും ദൈവം വിഭാഗിച്ച രീതിയിൽ അവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. ഞാൻ വചനത്തിലെ വ്യവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുന്നത് പുരുഷനാണ് പോറ്റി പുലർത്തേണ്ടത്. അത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വ്യവസ്ഥകൾ പുരുഷന് ആ കുടുംബത്തെ നയിക്കുവാൻ കഴിയാത്തതായി തീരും. കാരണം പുരുഷൻ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് പറയുന്ന ഓരോ ഭാഗം ശ്രദ്ധിക്കുക, എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഒരു വീക്കർ വെസലാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു ബലഹീന പാത്രമാണ് എന്ന് പുരുഷൻ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. കാരണം ഈ ബലഹീന പാത്രത്തെ ദൈവം ആക്കി വെച്ചത് ബലഹീന പാത്രമായിട്ടല്ല, ശക്തമായ പാത്രമായിട്ടാണ്. എന്നാൽ പിശാച് ഇതിനെ ബലഹീന പാത്രമാക്കി കളഞ്ഞു. ബലഹീന പാത്രമായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? സ്ത്രീയെ ഹെൽപ്പായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ പല സമയത്തും ആ സഹോദരി കയറി മാനേജറാകും, ആ സഹോദരി കയറി തലയായി മാറും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഓഫീസിൽ ഒരു ഹെൽപ്പറുണ്ട്, നിങ്ങളാണ് അവിടുത്തെ മാനേജർ. നിങ്ങളങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഹെൽപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണതിന് പകരം ഹെൽപ്പർ കയറി നിങ്ങളെ കയറി അങ്ങ് വാഴാൻ വന്നാലോ? നിങ്ങളുടെ ഓഫീസിൽ ബിസിനസ് നടക്കുമോ? പ്രശ്നമായില്ലേ? എന്നാൽ ചില സമയത്ത് ഈ സഹോദരിമാർ അങ്ങനെയായിത്തീരും. അത് സംഭവിച്ചത് അവർ പോലും തീരുമാനിച്ചു എനിക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും പറ്റത്തില്ല. അവരിടയ്ക്ക് ചാടും. നമ്മൾ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ ഈ ക്ലാസ് ബഗ് ചെയ്തൊരു ചാടി സിനിമയ്ക്ക് പോകില്ലേ, ഇതേപോലെ ഇടയ്ക്ക് ചാടും. ഇതുപോലെയാണ് വിശുദ്ധ ബൈബിൾ സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. കാരണം ഇവർക്ക് പറ്റാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കണേ, കീഴടങ്ങിയിരിക്കുക. കാരണം ഇവർക്ക് പലപ്പോഴും ഇത് പറ്റില്ല. എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും പറ്റില്ല. പലപ്പോഴും കുഞ്ഞാടുകളെ പോലെയും എന്നാൽ പലപ്പോഴും സിംഹത്തെ പോലെയായിരിക്കും. അപ്പോൾ ഇത് ആരറിയണം? പുരുഷനറിയണം. ഇതാണ് 1 പത്രോസ് 3:7 പറയുന്നത്, സ്ത്രീജനം ബലഹീന പാത്രമെന്ന് പുരുഷൻ അറിയണം. അതിനുള്ള വിവേകം അവന് വേണം. കാരണം എല്ലായ്പ്പോഴും അവൾ ഹെൽപ്പായിരിക്കത്തില്ല, ചില സമയത്ത് അവൾ സിംഹമായി മാറും. ആ സമയത്ത് പുരുഷൻ തിരിച്ചറിയണം ഇതൊരു അസുഖത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പത്തിയിൽ വെച്ച് സർപ്പത്തിൻ്റെ കടിയേറ്റതിൻ്റെ വിഷമകത്ത് കിടക്കുന്നുണ്ട്. അന്ന് മുതൽ ബലഹീനമായി പോയതാണ്. അതുകൊണ്ട് ചാടും. ഈ ചാടുന്ന സമയത്തും അവളെ യഥാർത്ഥത്തിൽ ചാടുകയല്ല, അതൊരു വിഷാംശത്തിൻ്റെ ഒരു രോഗത്തിൻ്റെ ഭാഗമാണെന്ന് പുരുഷൻ തിരിച്ചറിയണം. എന്നിട്ട് അതിനെ പരിഹരിക്കാനുള്ള മരുന്ന്, രോഗം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അയ്യോ നിനക്ക് പനിയാണല്ലോ, കയ്യിൽ വെച്ചിട്ട് ആ കൈ എടുത്ത് റോറ്റടി, അങ്ങനെയാണോ ചെയ്യണേ? പിന്നെ എന്ത് ചെയ്യുക? മരുന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഉടനെ എന്ത് കൊടുക്കണം?
ഒരു രോഗമാണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൾക്ക് ബഹുമാനം കൊടുത്താൽ മതി, സംഭവം റെഡി ആയിക്കോളും. അവൾക്ക് ബഹുമാനം കൊടുക്കും. ഇതിന് വിവേകം പുരുഷനുണ്ടാകണം. ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് ഒരു മിസ്സിങ് സംഭവിച്ചു. ഉടനെ വണ്ടി അടിച്ച് പൊടിക്കുകയല്ല, ഉടനെ ആൾ തിരിച്ചറിയോ ഇതിൻ്റെ കാർബറേറ്ററിൽ കരട് കയറിയതാണ്, അത് റിപ്പയർ ചെയ്താൽ റെഡിയാവും. ഇതേപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്ക് റിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ കഴിയുന്നതെന്നേ ഉള്ളൂ ഭാര്യയുടെ ബലഹീനത. ഇത് തിരിച്ചറിയണം. എപ്പോഴും കുഞ്ഞാടായിരിക്കത്തില്ല, പലപ്പോഴും സിംഹമായി മാറും. ആ സമയത്ത് ഇതൊരു അസുഖമാണെന്ന് മനസ്സിലാക്കി ബഹുമാനം എന്ന ഗുളിക അങ്ങ് കൊടുത്താൽ മതി, സംഭവം റെഡിയാവും. വായിച്ചാട്ടെ 1 Petrus 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വേർഡ് ശ്രദ്ധിച്ചോളൂ. ഇത് ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഓ ഫാദർ, താങ്ക് യു. 1 Petrus 3:7. അതായത് ഭാര്യയുടെ കൂടെ ജീവിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിവേകം വേണം. എനിക്ക് അവളെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. വിവേകം വേണം. എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാം. ഇഷ്ടം കൊണ്ട് അധികം നിൽക്കത്തില്ല. എനിക്ക് കാർ ഇഷ്ടമായെന്ന് പറഞ്ഞതുകൊണ്ട് കാർ ഓടിക്കാൻ പറ്റില്ല, കാർ ഓടിക്കാൻ അറിയണം. ഇവിടെ പറയണം അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച്. അപ്പോൾ ഭാര്യയോട് വസിക്കാൻ എന്നാ വേണം? വിവേകം വേണം. ഒരു വണ്ടി ഓടിക്കാൻ അതിനെക്കുറിച്ചുള്ള വിവേകം വേണം. എവിടെയാണ് ക്ലച്ച്, എവിടെയാണ് ആക്സിലേറ്റർ, എവിടെയാണ് ഞാൻ അതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, എവിടെയാണ് എന്തൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ ബട്ടണാണ് എവിടെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ EV ഒക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിലേ അത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഓടിക്കേണ്ടത്? ഇതുപോലെ പറയണം, ഭാര്യമാരോട് കൂടെ വസിക്കണമെങ്കിൽ എന്ത് വേണം? വിവേകം വേണം. വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് ഒന്നാരും തിരിച്ചറിയണം, സ്ത്രീജനം ബലഹീന പാത്രമാണ്. സ്ത്രീജനം ബലഹീന മാത്രമാണ്. സ്ത്രീക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ത്രീ സമ്മതിക്കത്തില്ല. ബൈബിളിലെ ദൈവം ഉള്ള അവസ്ഥ പറയുക, അവർ ബലഹീന പാത്രമാണ്. അവരുടെ ബലഹീനത മറ്റൊന്നുമല്ല, അവരെ ഹെൽപ്പായിട്ട് ദൈവം സൃഷ്ടിച്ചു. പക്ഷേ അവർ പലപ്പോഴും ഹെൽപ്പാകത്തില്ല, അവർ കയറി തലയാകും വരും. ഭർത്താവിനെ കയ്യിലെടുക്കാൻ പോകും. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് തിരിയണം. ഇപ്പോൾ നിങ്ങളുടെ കൈ കണ്ടു നോക്കിയാൽ കൈ തിരിയണം വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ കൈ തിരിയണം വേണ്ട. കാരണം ഈ കൈ എങ്ങോട്ട് തിരിയണം? ഞാൻ എൻ്റെ തല പറഞ്ഞ പോലെ കൈ തിരിയണം അല്ലേ? പക്ഷേ എൻ്റെ കൈ പറയണ പോലെ തല തിരിയോ? പക്ഷേ കൈ പറയണോ? എൻ്റെ കൈ പറയണ പോലെ തല തിരിയണം. ബോഡി പറഞ്ഞ പോലെ തല തിരിയണമെന്നാണ് പറയണത്. ഇതാണ് അവരുടെ ബലഹീനത. അപ്പോൾ ഇത് തിരിച്ചറിയണം. അങ്ങനെ ഒരു ബലഹീനതയുണ്ട്. എപ്പോഴും എൻ്റെ ഭാര്യ ഒരു കുഞ്ഞാടായിരിക്കത്തില്ല. ചില സമയത്ത് കുഞ്ഞാടായി കൊഞ്ചിയൊക്കെ വരും. പക്ഷേ എപ്പോഴും അങ്ങ് വരില്ല, തല കയറി വരും. ഇനി തിരിച്ചറിഞ്ഞ് ഇതൊരു രോഗത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് പുരുഷൻ വളരെ സൗമ്യനായി അവൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുമെങ്കിൽ, അവൾക്ക് ബഹുമാനം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഉടനെ ആ രോഗം പെട്ടെന്ന് ശമിക്കും, കാര്യങ്ങൾ ക്ലിയർ ആകും. പുരുഷൻ്റെ കാര്യം ചെയ്യുക, സ്നേഹം കൊടുക്കുക, ബഹുമാനം കൊടുക്കുക, കാര്യങ്ങൾ മനോഹരമായി തീരുവാനായിട്ട് ഇടയാകും. ഇതുപോലെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. ഇപ്പോൾ അവർ ബോഡിയാണ്, അവർ ഭോഗിയാണ്. പക്ഷേ അടുത്ത ഫേസിൽ അവർ തുല്യ പങ്കാളികളാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. സ്ത്രീകളും തിരിച്ചറിയണം, ഇപ്പോൾ ഞാനൊരു ബോഡിയായി തീരുകയാണ്, പക്ഷേ അടുത്ത ഫേസിൽ ഞാൻ തുല്യ പങ്കാളിത്തമാണ് ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനത്ത്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നമ്മളെല്ലാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീജനം ബലഹീന പാത്രം എന്ന് അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് എന്ത് കൊടുക്കണം? ബലഹീന പാത്രം എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? മരുന്ന് കൊടുക്കണം. മനസ്സിലായോ? എന്താണ് ആ മരുന്ന്? ബഹുമാനം, അവർക്ക് സ്നേഹം. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ അസുഖം ശമിക്കും. അയ്യോ പനിയാണല്ലോ അടി, ഒരൊറ്റ അടി രണ്ടിടി, അതല്ല കൊടുക്കേണ്ടത്. അവർക്ക് പാരസെറ്റാമോൾ കൊടുക്കും അല്ലേ, പാരസെറ്റാമോൾ കൊടുക്കും അല്ലേ, സാധാരണ അല്ലേ. അതവരുടെ ഒരാശ്വാസമായി. ഇതേപോലെ അവർക്ക് ബഹുമാനം കൊടുക്കണം, അത് ആശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടിടയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി ചിന്തിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ഇങ്ങനെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 3:16 കടന്നു വരുമ്പോൾ ഇത് വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പല സ്ത്രീകൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം സൃഷ്ടിച്ചതാക്കിയത് ഇങ്ങനെയല്ല, എന്നാൽ പിശാചിനെ പോയി അനുസരിച്ചതോടുകൂടെ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ കടന്നു വരികയും ആ പിശാചിനെ പോയി അനുസരിച്ചതിലൂടെ പിശാചിൻ്റെ വിഷം അകത്ത് കയറി, സർപ്പത്തിൻ്റെ വിഷം അകത്ത് കയറിയതോടുകൂടെ ദൈവം ഹെൽപ്പായിട്ട് സൃഷ്ടിച്ചവളുടെ മെൻറ്റാലിറ്റി മാറി. മാനേജർ എന്ന നിലയില്ല, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കയ്യിലെടുക്കാം,
എന്ന ലെവലിലേക്ക് മെൻറ്റാലിറ്റി മാറി. അങ്ങനെ മെൻറ്റാലിറ്റി മാറിയത് വളരെ വ്യക്തതയോടെ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മെൻറ്റാലിറ്റി മാറിയ രംഗം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം അവിടെ പറയുന്നത് കേൾക്കാം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന രംഗം മലയാളം ട്രാൻസ്ലേഷനിൽ കറക്റ്റല്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ സ്ത്രീയോട് കൽപ്പിച്ചൊരു കാര്യം, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇതെല്ലാം പിശാച് ഓർഡർ തെറ്റിച്ചു. നിന്റെ ആഗ്രഹം ഭർത്താവോടാണ്. ഏത് നേരം എൻ്റെ ഭർത്താവേ എൻ്റെ ഭർത്താവേ എൻ്റെ ഭർത്താവേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നൊരു ഭാര്യനെ കാണാനേ ഇല്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു പക്ഷേ ഉണ്ടാകാം. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതുപോലും പിന്നെ കാണില്ല. പിന്നെ സ്നേഹം മുഴുവൻ കുഞ്ഞിലേക്ക് പോകും. ഭർത്താവിൽ നിന്ന് സ്നേഹം സെക്കൻഡറി ആയി മാറും. അങ്ങനെയല്ല, അതൊന്നും ബൈബിൾ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദ്യം സ്ത്രീകളെ പഠിപ്പിക്കണം ഭർത്തൃപ്രിയരാകാൻ, രണ്ടാമത് പുത്രപ്രിയരാകാൻ. തലതിരിയാൻ പാടില്ല. പക്ഷേ ഇത് നേരെല്ലാം പിശാചൊക്കെ തലതിരിച്ച് കളഞ്ഞു. ആദ്യത്തെ കുഞ്ഞ് ജനിച്ച പിന്നെ ഭർത്താവിനുള്ള സ്നേഹം കുറഞ്ഞു, രണ്ടാമത്തെ ജനിച്ച കുറഞ്ഞു. പിന്നെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കറവ പശു പോലെ മാത്രമാണ്. ജീവിക്കാൻ ഇൻകം വരണം. അതും ഭർത്താവിൻ്റെ കയ്യിലില്ലെങ്കിലോ ഏതെങ്കിലും മൂലയിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊന്നും ദൈവിക അവസ്ഥയല്ല. ആ വചനം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. NLT ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് വായിക്കാം. മലയാളം ബൈബിൾ എഴുതിയിരിക്കണ പോലെയല്ല. അവിടെ എഴുതിയിരിക്കുന്നു, ദെൻ ഹി സെഡ് ടു ദ വുമൺ, ദൈവം സ്ത്രീയോട് കൽപ്പിച്ചു, പറഞ്ഞു, ഐ വിൽ ഷാർപ്പൺ ദ പെയിൻ ഓഫ് യുവർ പ്രഗ്നൻസി. നിൻ്റെ പ്രഗ്നൻസിയുടെ വേദന ഞാൻ വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിക്കും. കാരണം അതൊരു ശിക്ഷയാണത്. വേറെ ഒരു ബൈബിളിലും കാണുന്നില്ല. കാരണം എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ ആദത്തെ നീ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തു, എന്നിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷയാണ്. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പ്രസവ സംബന്ധമായ വിഷയങ്ങൾ നീ വേദനയോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ മാസവും ഇത് ഓർക്കാൻ വേണ്ടി 28 ദിവസം കൂടുമ്പോൾ എല്ലാം 4-5 ദിവസം വയറ്റി പൊതി പിടിച്ചിട്ട് നടക്കുന്നത്. എന്നാലും സ്ത്രീ ഇത് ഓർക്കത്തില്ല. വേറൊരൊറ്റ പുസ്തകത്തിൽ ഇതില്ല, ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നു, പിശാച് വേദന വർദ്ധിപ്പിക്കുമെന്നല്ല, ഞാൻ നിൻ്റെ വേദനയെ വർദ്ധിപ്പിക്കും. കാരണം എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ ആദത്തെ നീ നിൻ്റെ സ്വന്തമാക്കി, എന്നിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. നീ ഒരു മോഷ്ടാവാണ്. നിൻ്റെ വേദന ഞാൻ വർദ്ധിപ്പിക്കും. പിശാചല്ല വർദ്ധിപ്പിക്കുന്നത്, നിൻ്റെ വേദന ഞാൻ വർദ്ധിപ്പിക്കും. ആൻഡ് ഇൻ പെയിൻ യു വിൽ ഗീവ് ബർത്ത്. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. അടുത്തത് ഇനിയാണ് അത്ഭുതകരമായ വേർഡ്, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിൻ്റെ ഭർത്താവിനെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കും. യു വിൽ ഡിസയർ, നീ ഭർത്താവിൻ്റെ മേൽ അവൻ്റെ ഹെഡാകാൻ നീ ആഗ്രഹിക്കും. പിശാച് തലതിരിച്ചിട്ട് പോയാൽ മെൻറ്റാലിറ്റി മാറ്റിക്കളഞ്ഞു. പിശാചിനനുസരിച്ചതോടുകൂടെ മെൻറ്റാലിറ്റി മാറ്റിക്കളഞ്ഞു. യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. പിശാച് അങ്ങനെ ഒരു ചിന്ത സ്ത്രീകൾക്ക് കൊടുത്തു കളഞ്ഞു, മെൻറ്റാലിറ്റി കൊടുത്തു കളഞ്ഞു. എന്നാൽ ദൈവം പറയുന്നു, ബട്ട് ഹീ വിൽ റൂൾ ഓവർ യു. അവൻ നിന്നെ വാഴും. ആര്? നിൻ്റെ ഭർത്താവ്. കാരണം ഞാനാണ് അവൻ ഈ പവർ കൊടുത്തത് ഹെഡായിട്ട്. പിശാചാണ് നിൻ്റെ ചിന്തയെ ഹെൽപ്പിന് പകരം മാനേജറാക്കി മാറ്റിയത്. അപ്പോൾ ഇത് യഥാർത്ഥ സ്ത്രീയുടെ ഒരു ബലഹീനതയാണ്. ഇതാര് തിരിച്ചറിയണം? ഭർത്താവ് ആകാൻ പോകുന്ന ഏതൊരു പുരുഷൻ ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ തക്കവണ്ണം അവൾക്ക് കൊടുക്കേണ്ട മരുന്നാണ് സ്നേഹം. അവൾക്ക് കൊടുക്കേണ്ട മരുന്നാണ് ബഹുമാനം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പനേരം ശാന്തമായിട്ടിരിക്കുക. ആ ഭർത്താവ് ആ സമയത്ത് ഹെഡ്ഷിപ്പ് കാണിക്കാൻ പോകരുത്. പകരം ശാന്തമായിരിക്കുക. നിങ്ങളുടെ കൈ പൊങ്ങും, കാല് പൊങ്ങും, എല്ലാം അടക്കി വെച്ചേക്കുക. കാരണം ഇതൊരു രോഗത്തിൻ്റെ ഭാഗമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ശമിക്കും. ഈ ഗർജനമൊക്കെ ഇപ്പം ശമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൊടുക്കുക. സ്വല്പനേരം ഈ കാര്യം സൃഷ്ടാവിനെ അറിയിച്ചുകൊണ്ട് മൗനമായിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പാതയെ പഴയതുപോലെ ആട്ടിൻകുട്ടിയെ പോലെയാവും. ഈ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാകണം? ഭർത്താവിന് ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കേട്ടു. അപ്പോൾ ഭർത്താവ് പ്രൊവൈഡറാണ്, ഭാര്യ സഹായിയാണ്. ഭാര്യ ഒരിക്കലും ഭർത്താവിനെ മോഷ്ടിച്ചെടുക്കരുത്. ഭർത്താവിനെ ഉണ്ടാക്കിയത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ഭാര്യയെ ആക്കി വെച്ചത് ഭർത്താവിനെ ദൈവിഷ്ടം ചെയ്യാൻ സഹായിക്കാനാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. ഭർത്താവ് മറ്റു തിരിച്ചറിയണം, ഭാര്യയ്ക്ക് ബലഹീനതയുണ്ട്, ബലഹീനപാത്രമാണ്. ചില സമയത്ത് തലയാകാൻ ശ്രമിക്കും. അപ്പോൾ വേണ്ടത് സ്നേഹം കൊടുക്കുക, കാര്യം സൃഷ്ടാവിനെ അറിയിക്കുക, മൗനമായി നിന്നുകൊണ്ട്. കൈ പൊക്കരുത്, കാല് പൊക്കരുത്. അവർ സ്വന്തം ശരീരമാണ്, അടിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് അറിയാത്ത സമയത്ത് നല്ല അടി കൊടുത്ത് താഴെയിട്ടുണ്ടാകും. പക്ഷേ ഈ അറിവ് കിട്ടിയാൽ അവരെ സ്വന്തം ശരീരം എന്നതുപോലെ സ്നേഹിക്കണം. മിണ്ടരുത്. ആ സമയത്ത് വാ തുറക്കരുത്. യേശുവിൻ്റെ മെത്തേഡ്, അറുക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ വാ തുറക്കാതെ മൗനമായിരിക്കണം. അടങ്ങിയിരിക്കുന്നത് ബലഹീനത കൊണ്ടല്ല, അടങ്ങിയിരിക്കുന്നത് ബലമുള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം.
അയ്യോ എൻ്റെ പുരുഷത്വം എന്നെ ഒരു പുരുഷനായിട്ട് മാനിക്കത്തില്ലല്ലോ. ഇവിടെയാണ് യഥാർത്ഥ പുരുഷൻ. ഹല്ലേലൂയ. സ്വയത്തെ പിടിച്ചു കെട്ടുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. അവളെ അടിച്ച് താഴെയിടുവാൻ ചവിട്ടുവാനൊക്കെ തോന്നും. ഈ സമയത്ത് ബന്ധിക്കേണ്ടത് അവളെയല്ല, അവനവനെ തന്നെ ബന്ധിക്കണം. തൻ്റെ സ്വയത്തെ ബന്ധിക്കണം. തൻ്റെ ഒരു കാരണത്ത് അടിക്കുന്നവനെ തിരിച്ച് മറു കാരണത്ത് അടിക്കാൻ യാതൊരു ബലവും വേണ്ട, ഓട്ടോമാറ്റിക് അടിച്ചോളും. പക്ഷേ തിരിച്ചടിക്കാതിരിക്കാൻ വലിയ ബലം വേണം. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ബലഹീനത കൊണ്ടല്ല, ബലമുള്ളത് കൊണ്ടാണ് എന്ന് ഏതൊരു പുരുഷനും തിരിച്ചറിയണം. ഇനി അടുത്തത്, ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ വ്യവസ്ഥകൾ റെഡിയാണോ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെയും തലയാട്ടൽ. ഓക്കെ, ഇനി അടുത്തത്, ഇൻ കേസ് വിവാഹം കഴിഞ്ഞു എന്ന് ഇരിക്കട്ടെ, ദൈവഹിതം വിവാഹം കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. വിവാഹം കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ കണ്ടീഷൻ, ദൈവത്തിൻ്റെ രാജ്യം വേർപെടാൻ എൻകറേജ് ചെയ്യുന്നില്ല. ഡൈവോഴ്സ് എന്ന പരിപാടി അനുവദിക്കുന്നില്ല. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഭാര്യയോ ഭർത്താവോ ഡൈവോഴ്സ് എന്നുള്ള വേർഡ് വായിലെടുക്കരുത്. കാരണം എൻ്റെ ഗവൺമെൻറ്, എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ, സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തു ഇത് ആഗ്രഹിക്കുന്നില്ല. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കാൻ പാടില്ല. ഇതാണ് നിയമം. അപ്പോൾ ഈ എഗ്രിമെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് വ്യക്തതയോടെ തിരിച്ചറിയാം. സാധാരണ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ഇത് വായിക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഇത് വായിച്ചിട്ടെന്തിനാ? വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് ഇത് വായിക്കേണ്ടത്. എന്നിട്ട് ഇവർ തീരുമാനം എടുക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരണോ വേണ്ടേന്ന് ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ഇടയാകുക. സാക്ഷാൽ നമ്മുടെ അരിമകാന്തരം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പരീശന്മാർ, അച്ഛന്മാർ അടുത്തു വരികയാണ് യേശുവിൻ്റെ അടുക്കൽ. ഏതെങ്കിലും കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവമാണ് യോജിപ്പിച്ചത്, അതിനെ മനുഷ്യർ വേർപിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ എഗ്രിമെൻറ്റിലേക്ക് കയറുന്നതിനോ ഇപ്പം നിങ്ങൾ സ്വതന്ത്രം ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. ഈ എഗ്രിമെൻറ്റിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, ഞാൻ ഇന്നുവരെ ജീവിച്ചതുപോലെയല്ല. ഇന്ന് ഞാൻ ഇതാ സ്റ്റാലിൻ എന്നൊരു ഐലൻഡായിരുന്നു, ഞാൻ ലിതിയ എന്ന വേറൊരു ഐലൻഡായിരുന്നു. ഈ 2 ഐലൻഡും കൂടി ചേർന്ന് ഒരു യൂണിയനാകാൻ പോവുകയാണ്. ഒരു യൂണിയനാകാൻ പോവുകയാണ്. ഞങ്ങളെ പരസ്പര റിസോഴ്സുകൾ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ചിന്താതലങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഒന്നാവുകയാണ്. യേശുക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇതാ സ്റ്റാലിനും ഞാനും കൂടെ ഒന്നാകാൻ പോവുകയാണ്. അതാണ് ഭൗതിക തലം. ആത്മീക തലം, ക്രിസ്തുവിൽ നാം പിതാവുമായി ഒന്നായി തീരുകയാണ്. അപ്പോൾ ഇതൊരു എഗ്രിമെൻ്റാണ്, ഒരു കരാറാണ്. ആ കരാറ് ഈ ധാരണയിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ ധാരണയിൽ കുടുംബങ്ങൾ ഒരു ധാരണയിൽ കടന്നു വന്നിരിക്കുക. അതിൻ്റെ ഉറപ്പിലേക്കാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാലിനും ലിതിയായും ഈ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം തയ്യാറാണ് എങ്കിൽ, ഈ പറഞ്ഞ ദൈവിക വ്യവസ്ഥ പ്രകാരം ഒരു വിവാഹ ജീവിതത്തിന് ആണ്. ലിതിയ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കസേരയിൽ വന്നിരിക്കാം. പ്രിയ സഹോദരങ്ങൾ, ഈ പറഞ്ഞ വചനവ്യവസ്ഥകൾ പ്രകാരം തയ്യാറായി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ആയിത്തീരുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെടുത്ത ഈ തീരുമാനത്തോട് സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാർ, പ്രത്യേകിച്ച് പുരുഷൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്നാട്ടെ. Father, we thank you, give you glory. ഇനി ഈ തീരുമാനത്തോട് സപ്പോർട്ട് ചെയ്യുന്ന ലിതിയയുടെ, സ്ത്രീയുടെ വീട്ടുകാരെ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇതിൽ സാക്ഷിയായി നിൽക്കുവാൻ പുരുഷൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളവർ ഒന്ന് കരയൊന്ന് പൊക്കിയാട്ടെ. ഓക്കെ, സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ളവർ ഗ്ലോറി ടു ഗോഡ് ഇരുന്നാട്ടെ.
നമുക്കിവിടെ ഒരു 3 സ്റ്റെപ്പ് സിഗ്നേച്ചറാണ് നമ്മളുടെ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത്. ഒരു 3 സ്റ്റെപ്പ് സിഗ്നേച്ചറാണ് വരുന്നത്. അതിൽ സാധാരണ കാണുന്നത് പുരുഷൻ്റെ സ്ത്രീയുടെയും എല്ലാ സിഗ്നേച്ചർ വരുന്നത് കുടുംബക്കാരുടെയാണ്. എന്നാൽ ഇവിടെ ആദ്യം ചെയ്യുന്നത് പുരുഷൻ്റെ സ്ത്രീയുടെ സിഗ്നേച്ചറാണ്. അതിൻ്റെ സപ്പോർട്ടായിട്ടാണ് കുടുംബക്കാരുടെ സിഗ്നേച്ചർ വരുന്നത്. അതിൻ്റെ സാക്ഷിയായിട്ടാണ് സാക്ഷികളുടെ സിഗ്നേച്ചർ കയറി വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പ്രിയമകൻ സ്റ്റാലിനോടും മകൾ ലിതിയോടും നിങ്ങൾ അവിടെ വെച്ച് തലയാട്ടിയ കാര്യം ഒന്നുകൂടി വ്യക്തമായി ചോദിക്കുകയാണ്. സഭയുടെ മുമ്പാകെ നിങ്ങളത് അറിയിക്കുക. സ്റ്റാലിൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന ലിതിയ എന്ന ഈ സഹോദരിയെ സ്റ്റാലിൻ തൻ്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവോ? ഈ വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം സ്വർഗം ഒരു സെപ്പറേഷൻ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കത്തില്ല, അനുവദിക്കത്തില്ല എന്ന് തിരിച്ചറിയുന്നുവോ? ഈ മകളെ വിവാഹ ഭാര്യയായി സ്വീകരിച്ച് തന്നോട് ചേർത്ത് നിർത്തി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നന്മകളിൽ മാത്രമല്ല, സുഖങ്ങളിൽ മാത്രമല്ല, ആരോഗ്യത്തിൽ മാത്രമല്ല, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാ നന്മയുള്ള സമയത്തും എല്ലാ കുറവുള്ള സമയത്തും ഏത് സമയത്തും ഈ മോളെ ചേർത്ത് നിർത്തി തൻ്റെ ഭാര്യയായി പോറ്റി പുലർത്തുവാൻ തീരുമാനം എടുത്തിരിക്കുന്നുവോ? എടുത്തിരിക്കുന്നു. സഹോദരൻ്റെ തീരുമാനം നിങ്ങൾ കേട്ടല്ലോ. ഇനി മോളോട് ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സ്റ്റാലിൻ എന്ന യുവാവിനെ വിവാഹ ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നുവോ? ഈ തീരുമാനമെടുത്ത സ്ഥിതിക്ക് സ്വർഗത്തിലെ ദൈവം ഒരു തീരുമാനമെടുത്തു, എനിക്കിഷ്ടം തോന്നി തീരുമാനമെടുത്തു, നാളെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തീരുമാനത്തിൽ പിന്മാറുന്നു, അങ്ങനെ അനുവദിക്കത്തില്ല എന്ന് തിരിച്ചറിയുന്നുവോ? അങ്ങനെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും നന്മകൾ അനുഭവിക്കുമ്പോഴും ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ഏത് സമയത്തും അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്ത് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും നിറവേറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ വചന വ്യവസ്ഥ പ്രകാരം എൻഗേജ്മെൻറ്റ് അവരുടെ വാക്കുകളിൽ കഴിഞ്ഞു. ഇനി ലോകപ്രകാരമുള്ള പേപ്പറിൽ മാത്രമേ ഉള്ളൂ. പേപ്പറിൽ സിഗ്നേച്ചറിനേക്കാൾ ദൈവം നോക്കുന്നത് കൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. തുടർന്ന് അവരുടെ കുടുംബാംഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സാക്ഷികളും റെഡിയായിരിക്കുന്നു. അപ്പോൾ ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ മുമ്പാകെ ഇവിടെ അതിൻ്റെ മെയിൻ പാർട്ട് ഭംഗിയായി കഴിഞ്ഞു. ഇനി പേപ്പർ സൈൻ ചെയ്യുകയും കുടുംബക്കാർ വന്ന് സൈൻ ചെയ്യുകയും ആദ്യം തീരുമാനമെടുത്ത മകനും മകളും സൈൻ ചെയ്യുകയും കുടുംബക്കാർ സൈൻ ചെയ്യുകയും സാക്ഷികൾ സൈൻ ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പൂർണ്ണമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ എടുത്ത തീരുമാനം അനുഗ്രഹമായി തീരുവാൻ, ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിന്നാട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ തന്നെ ആ പുത്രൻ്റെ മുൻപിൽ അങ്ങയുടെ വ്യവസ്ഥകൾ ഈ മക്കളെ അറിയിച്ചു. വിവാഹ വ്യവസ്ഥകൾ ഈ മക്കളത് കേട്ടു, അത് എഗ്രിയായി. ഇതാ ഇനി അങ്ങയുടെ സമ്മതമെങ്കിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ അങ്ങയുടെ തിരുഹിതപ്രകാരം നടത്തപ്പെടുവാൻ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ മക്കളെടുത്ത തീരുമാനം അങ്ങയുടെ മുമ്പിലാകിയാൽ ഈ ഫലത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും വിവാഹവും കുടുംബജീവിതവും അതിൻ്റെ അവസാനം വരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അത് ഏറ്റവും മനോഹരമായി അനുഗ്രഹീതമായി മുന്നോട്ടേക്ക് പോകുവാൻ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹീതരായി തീരട്ടെ. എടുത്ത തീരുമാനത്തിൽ പരസ്പരം ഇനി മറ്റൊരു പുരുഷൻ ലിതിയുടെ ഹൃദയത്തിൽ ചിന്തകൾ കടന്നു വരാതെ, മറ്റൊരു സ്ത്രീ സ്റ്റാലിൻ്റെ ഹൃദയത്തിൽ ചിന്തകളിൽ ഇതേ ബന്ധത്തിൽ കടന്നു വരാതെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആ പവിത്രത സൂക്ഷിപ്പാൻ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളെ ചെയ്തെടുപ്പാൻ അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തിയാട്ടെ. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എമേൻ, എമേൻ, എമേൻ. വിവാഹം കഴിക്കുവാൻ പോകുന്ന ഏതൊരു പുരുഷനും സ്ത്രീയും ഇത് വ്യക്തതയോടെ കേട്ടിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്.